So hello everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻസ് തിയറം ആൻഡ് ഡൈവേർജൻസ് തിയറം ആണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഗ്രീൻസ് തിയറത്തിനെ കുറിച്ച് പറയാം. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. So this is the equation of the Green's theorem. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡി എക്സ്. അപ്പോൾ ഒരു രണ്ട് ഫംഗ്ഷൻ എഫിലുള്ളൊരു ഫംഗ്ഷനും ദാറ്റ് ഈസ് ഡി എക്സിൽ വരുന്നൊരു ഫംഗ്ഷനും ഡി വൈയിൽ വരുന്നൊരു ഫംഗ്ഷൻ്റെയും ഇൻ്റഗ്രൽ സമ്മ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവും. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. So, our first question, use Green's theorem to evaluate integral over c x square y dx plus x dy along a triangular path 0, 0, 1, 0 and 1, 2. So, it is a simple question. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് ഡയറക്റ്റ് വന്ന് നോക്കാം. ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ മാർക്ക് സേഫ് ആക്കുക വെച്ചാൽ ഗ്രീൻസ് തിയറത്തിൻ്റെ ഇക്വേഷൻ തെറ്റാണ്ട് എഴുതുക. സോ ഗ്രീൻസ് തിയറം ഇക്വേഷൻ എന്താണ്? Integral over c f dx plus g dy equal to double integral over r dou g by dou x minus dou f by dou y dA ആണ്. ഓക്കെ ആണല്ലോ? ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. ദെൻ ഇതിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂ, അതായത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഡി എക്സിൻ്റെ കൂടെ ഇരിക്കുന്ന ആളാണ് ആര്? എഫ് എന്ന് പറയുന്നത്. സോ എഫ് ഓഫ് എക്സ് നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ വൈ ആണെന്ന്. അതേപോലെ തന്നെ നോക്കുക ഡി വൈൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് ജി. ഇപ്പം ചില ക്വസ്റ്റ്യൻസിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാകും. പക്ഷേങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഓർഡർ ഡിഫറൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. സോ ഡി എക്സിൻ്റെ കൂടെയുള്ളത് എഫ് ആണ്, ഡി വൈൻ്റെ കൂടെയുള്ളത് ജി ആണ്. സോ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ആണ് ഡോ എഫ് ബൈ ഡോ വൈ. ദാറ്റ് ഈസ് ഈ ഇക്വേഷനിൽ വേണ്ടുന്ന ആൾക്കാരെ നോക്കുക. അപ്പം ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പം എക്സ് സ്ക്വയർ കോൺസ്റ്റൻറ്റ്, പക്ഷേ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ അവിടെ തരുക. ദെൻ ഡോ ജി ബൈ ഡോ എക്സ് ചെയ്യുമ്പം ഇറ്റ്സ് ഈക്വൽ ടു 1. എക്സ് ബൈ എക്സ് 1 ആണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഇതിൽ നോക്കുക, ഇതിലെന്താ വേണ്ടത്? ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ആണ് കാണേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ. സോ ഇത്രയും നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ട്രയാങ്കിൾ. സോ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക, ദാറ്റ് ഈസ് 0, 0, 1, 0 ആൻഡ് 1, 2 ഒരു ട്രയാങ്കുലർ പാത്താന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ആക്സിസ് വരക്കണം. ദാറ്റ് ഈസ് 0, 0 പ്ലോട്ട് ചെയ്യുക. 0, 0 ഇവിടെയാണ് ഉണ്ടാക്കുക. പിന്നെയോ 1, 0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ 1 വൈ ആക്സിസ് 0 ഇവിടെ. 1, 2 അതായത് 1 എക്സ് 1 ആണ്, വൈ 2 ആണ്. ഏകദേശം ഇങ്ങനെ എടുക്കാം. സോ ഇതാണ് ആര്? 1, 2, 1, 2. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു 2x ആണ്. അത് നമ്മൾ നോക്കുക. ഇതൊരു ലീനിയർ ആയിട്ടുള്ള ലൈനാണ് പാസിങ് ത്രൂ ദി ഒറിജിൻ. അപ്പോൾ നമുക്കെന്താണ് ഇതിൻ്റെ ഇവിടെ 1, 2 എന്ന് പറഞ്ഞ പോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം y ഈക്വൽ ടു 2x ആണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ. സോ നെക്സ്റ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യലാണ്. ദാറ്റ് ഈസ് 0. ഇത് എക്സിൻ്റെ ലിമിറ്റാണ്. എക്സിൻ്റെ ലിമിറ്റ് 0 മുതൽ 1 വരെ. ദെൻ വൈൻ്റെ ലിമിറ്റ് നോക്കുക, ദാറ്റ് ഈസ് ഫ്രം 0 ടു 2x. ഓക്കെ, ഇനി നമുക്കിതിൽ നോക്കാനുള്ള ഭാഗം ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ കിട്ടിയ ഇക്വേഷൻ, അതായത് ഗ്രീൻസ് തിയറത്തിൻ്റെ ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് നമുക്കൊന്നും കൂടി വേണമെങ്കിൽ എഴുതാം. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ ആണ്. സോ ഇൻ്റഗ്രൽ ഓവർ സി ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് സ്ക്വയർ വൈ ഡി എക്സ് പ്ലസ്
എക്സ് ഡി വൈ ഇത് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 - x² ആണ് ഡി എ. സോ നമുക്കിവിടെ ലിമിറ്റ്സും കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം ഇറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഫസ്റ്റ് പുറമേ നമ്മൾ എഴുതുന്നത് നമ്പർ ഉള്ളതാണ്, ഉള്ളിൽ എക്സും അങ്ങനെ ടേംസ് ഉള്ളതാണ് എഴുതുന്നത്. വേരിയബിൾ ലിമിറ്റാണ് ഉള്ളിൽ എഴുതുന്നത്. 0 to 1, 0 to 2x, 1 - x². ഇത് ഫസ്റ്റ് ലിമിറ്റ്, ഇത് വൈൻ്റെ ലിമിറ്റാണ്. y ദറ്റ് ഈസ് dy dx. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ സോൾവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ദറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to 1 x²നെ വൈയിൽ ഡിഫറൻഷ്യേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ദറ്റ് ഈസ് എന്ത് കിട്ടും? y - x²y 0 to 2x dx. നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് y - x²y ആണ്. വൈക്ക് നമ്മൾ 2x 0 കൊടുത്താൽ 0, അത് നമുക്ക് എഴുതണമെന്നില്ല. 2x കൊടുത്തിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to 1 2x - 2x ഇൻറ്റു x², ദാറ്റ് ഈസ് 2x³ dx. സോ നൗ നമുക്ക് ഇത് എക്സിൻ്റെ ടേമിൽ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ ഞാനിപ്പോൾ 2 പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? ഇൻറ്റഗ്രൽ 0 to 1 x - x³ dx. ഇത് എടുക്കണം നമ്മളതൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുന്നായിരുന്നു. ദാറ്റ് ഈസ് എക്സിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x²/2 - x³ x⁴/4. ഇത് വിത്ത് ലിമിറ്റ് 0 to 1 which is equal to 2 into 1/2 minus 1/4 is equal to 2 into 2/4 minus 1/4. That is will be 1/4 which will be equal to 1/2. So 1/2 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ നെക്സ്റ്റ് ഈസ് ഡൈവേർജൻസ് തിയറം. നമുക്ക് ഡൈവേർജൻസ് തിയറത്തിലേക്ക് പോകാം. ഞാൻ ഇപ്പം പറഞ്ഞത് ഒരു ക്വസ്റ്റിനെ ചെയ്തുള്ളൂ, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. സോ ഡൈവേർജൻസ് തിയറം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. സോ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫൈ ദറ്റ് ഈസ് ഫ്ലക്സ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ f.n/ds എഴുതിയിട്ട് പറയാം. f.n/ds which is equal to triple integral over g div f d. സോ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡൈവേർജൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡൈവേർജൻസ് തിയറം ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറഞ്ഞത് മെയിൻലി അത് ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനാണെന്നറിയാം. അതേപോലെ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് നോർമലാണ്. എൻ എന്ന് പറഞ്ഞാൽ ഔട്ട്വാർഡ് നോർമലാണ്, ഓർ സിംപ്ലി ഇസ് എ നോർമൽ. ഓക്കെ, ഡൈവ് എഫ് ഇതിൽ അറിയേണ്ട സാധനം ഡൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവ് എഫ് എന്ന് പറഞ്ഞാൽ del.f ആണ്. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് del.f. ഇതാണിത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത്. പിന്നെ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സുമാണ്. ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: യൂസ് ഡൈവേർജൻസ് തിയറം ടു ഫൈൻഡ് an outward flux of vector field f of xyz equal to 2xi plus 3yj plus z²k across unit cube. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ക്യൂബാണ്. സോ ഇതിൻ്റെ XYZ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കൊരു ക്യൂബ് ഉണ്ടാകുക. ഇവിടെ തന്നിരിക്കുന്നത് യൂണിറ്റ് ക്യൂബാണ്. യൂണിറ്റ് ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കെന്താ പറയാം, അതിൻ്റെ ലിമിറ്റ് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് x 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ ടു 1. 1 ആയിരിക്കൂലേ അതിൻ്റെ മാക്സിമം വരുന്നത്, മിനിമം വരുന്നത് 0 ആയിരിക്കും യൂണിറ്റ് ക്യൂബ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.
So this will be the limit values. ഇതാണ് നമ്മുടെ ലിമിറ്റ് വാല്യൂസ് വരിക. ഇത് യൂണിറ്റ് ക്യൂബിൻ്റെ കേസിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നത്. മറ്റേതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ബാക്കി ഡീറ്റെയിൽ ആക്കി നോക്കുന്നതിന് മുമ്പേ ഡൈവേർജൻസ് തിയറം എന്താണെന്ന് അവിടെ എഴുതി കൊടുക്കണം. ലിമിറ്റ് കാണുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഡൈവേർജൻസ് തിയറം എഴുതുന്നതാണ് കൂടുതൽ നല്ലത്. സോ ഡൈവേർജൻസ് തിയറം എന്താണ്? ഫൈ ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ജി ഡൈവ് എഫ് ഡി വി. സോ ഇൻ ദിസ് ഇക്വേഷൻ നമുക്ക് പറയാം എഫ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള വെക്ടറാണ്, ദെൻ എൻ നോർമലാണ്, ഡൈവ് എഫ് ഡി വി നമുക്ക് ശരിക്കും ഈ ഒരു പാർട്ടാണ് കണ്ടിരിക്കുന്നത്. ഫൈ ഈക്വൽ ടു ദിസ് പാർട്ട്. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കുക. ഫൈൻഡ് ഔട്ട്വാർഡ് ഫ്ലക്സ്. സോ ഔട്ട്വാർഡ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഫൈ ആണ് ഔട്ട്വാർഡ് ഫ്ലക്സ്. സോ നമുക്ക് ഇത്രയും ഭാഗം മതി. സോ നമുക്ക് സോൾവ് ചെയ്യാം. ദർ ഈസ് ഫൈ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഫൈ ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ലിമിറ്റ് നമുക്കറിയാം 0 to 1 0 to 1 0 to 1. ഓക്കെ, ഡൈവ് എഫ് ഡി വി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡൈവ് എഫ്, ദാറ്റ് ഈസ് എഫ് നമുക്കറിയാം. എഫ് ഈക്വൽ ടു 2xi plus 3yj plus z square k. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡൈവ് എഫ്. ഡൈവ് എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ആണ്. ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ സെറ്റ്. അതായത് ഈ തന്നിരിക്കുന്ന ഓരോന്നിനെയും ഓരോ ടേംസിനെയും ഐൻ്റെ ഉള്ള ടേംസിനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ജെൻ്റെ കൂടെയുള്ള ടേമിനെ നമ്മൾ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ സെഡിൻ്റെ അതായത് കെൻ്റെ കൂടെയുള്ള ടേമിനെ നമ്മൾ എന്ത് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു? സെഡ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 3y പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് സ്ക്വയർ. ഇത് നമുക്ക് എന്ത് കിട്ടും? 2x എന്ന് പറയുമ്പോൾ 2 കോൺസ്റ്റൻറ്റ്, 2 പ്ലസ് 3 പ്ലസ് സെഡ് സ്ക്വയർ 2z, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 2z. 5 പ്ലസ് 2z ആണ് നമ്മുടെ ഇവിടുത്തെ കിട്ടിയത്. നെക്സ്റ്റ് നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ 0 to 1 0 5 plus 2z dv. 5 plus 2z dv. സോ നമുക്കിതെങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാനും ഇത് സെയിം ആണ് വരിക. സോ 5 plus 2z ഇപ്പം ചെയ്യുന്നത് dx dy dz. ഈ ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം ഇൻറ്റഗ്രൽ 0 to 1 5 plus 2z. എക്സിനെ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇതിൽ ടേമൊന്നുമില്ല, അപ്പം തന്നെ വരിക 5 plus 2z തന്നെയാണ് വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് ഇവിടെ 5x plus 2xz വരും. അപ്പോൾ 0 to 1 കൊടുക്കുമ്പം 0 കൊടുക്കുന്ന ടേം ക്യാൻസലായി. 1 ഉള്ള ടേം എന്ന് പറയുമ്പം 0 ഉള്ള ടേം 0 ആയി പോയില്ല. 1 ഉള്ള ടേം എന്ന് പറയുമ്പോൾ അവിടെ എന്തായി മാറുന്നു? ദാറ്റ് ഈസ് അഗെയിൻ 5 plus 2z ആയിട്ട് മാറുന്നു. ഇത് വൈൻ്റെ കേസിലും സെയിം കേസിനെ റിപ്പീറ്റ് ചെയ്യാം. സോ നമുക്ക് എഴുതാം 5 plus 2z dz. സോ നെക്സ്റ്റ് നമ്മളത് കൊടുക്കുന്നു 5z plus 2z square by 2 0 to 1. ഈ 2ഉം 2ഉം ക്യാൻസൽ ആകുന്നു. ദെൻ 5 0 ഉള്ള ടേം പോയി 1 that is 5 into 1 5 plus z square that is 1 square which is equal to 5 plus 1 which is equal to 6.
ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. സോ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നേരത്തെ ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്, പ്രൊസീജിയറൊക്കെ സെയിമാണ്. ആകെ ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നത് ഇതൊരു സർക്കുലർ സിലിണ്ടറിനെ കുറിച്ചുള്ളതാണ്. നമ്മളിവിടെ എടുക്കുന്നത് പോളാർ കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. സോ യൂസിങ് ഡൈവേർജൻസ് തിയറം ടു ഫൈൻഡ് outward flux of the vector field F equal to x cube I plus y cube j plus z cube k across the surface of the region that is enclosed by the circular cylinder x square plus y square equal to 9 and the plane z equal to 0 and z equal to 2. അപ്പോൾ ഡൈവേർജൻസ് തിയറം നമുക്കറിയാം. ഇവിടെ ഒരു മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഫൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡൈവ് എഫ് ഡി വി ആണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എഫ് നമുക്ക് എഴുതാം. നെക്സ്റ്റ് ഡൈവ് എഫ് കാണുമ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഈക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ ഒരു മാർക്ക് കിട്ടും ഡൈവ് എഫ് കണ്ടുപിടിക്കുമ്പോൾ. സോ ഡൈവ് എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ആണ്. ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ സെറ്റ് ആണ്. അപ്പോൾ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസറാണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് 3x² പ്ലസ് 3y² പ്ലസ് 3z². കാരണം എക്സ് ക്യൂബും വൈ ക്യൂബും സെറ്റ് ക്യൂബിൻ്റെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസറാണ് കിട്ടുന്നത്. സോ നമുക്കിത് ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൾസോ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് z equal to 0, z equal to 2. ദാറ്റ് ഇസ് സെഡിൻ്റെ ലിമിറ്റ് വാല്യൂ തന്നിട്ടുണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കാം. അപ്പോൾ ഫൈ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ഇനി 2 ലിമിറ്റിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ കൊടുത്തു. നെക്സ്റ്റ് സെഡിൻ്റെ ലിമിറ്റാണ് 0 to 2. ദാറ്റ് ഇസ് ഇൻറ്റു നമുക്ക് കിട്ടിയിട്ടുള്ള ഡൈവ് എഫിൻ്റെ വാല്യൂ ദാറ്റ് ഇസ് 3x² പ്ലസ് 3y² പ്ലസ് 3z² dz ഇൻറ്റു ഡി എ. സോ ഫസ്റ്റ് നമ്മൾ ഡി സെറ്റിൽ വെച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 6x² പ്ലസ് 6y² പ്ലസ് 8 ഡി എ. സോ ഒരു സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഉണ്ടാകും, പിന്നെ മുകളിലും താഴെയായിട്ട് 2 സർക്കുലർ പാർട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈറ്റിൻ്റെ ഭാഗം ദാറ്റ് ഇസ് സെറ്റ് പാർട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി എക്സും വൈയും ആണുള്ളത്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. അത് സോൾവ് ചെയ്താൽ നമ്മൾ XY ലൈനിൽ പ്രൊജക്റ്റ് ചെയ്താൽ ഒരു സർക്കിളായിട്ടാണ് കാണുന്നത്. സോ നമുക്ക് ആ സർക്കിൾ വരക്കാം. x² പ്ലസ് y² ഈക്വൽ ടു 9. ദാറ്റ് ഇസ് സർക്കിൾ വിത്ത് റേഡിയസ് 3 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സെറ്റിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയേണ്ട കാര്യമില്ല. ദെൻ ഇതാണ് നമ്മുടെ സർക്കിള്. ഈ സർക്കിളിൽ ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 0 to 2π ആംഗിളാണ് ഇതിൻ്റെ ആംഗിൾ പറയുന്നത്. അതേപോലെ ഇതിൻ്റെ റേഡിയസ് 3 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 3² 9 ആണ്. അപ്പോൾ 3 ആണ് ഇതിൻ്റെ റേഡിയസ്. ദെൻ x ഈക്വൽ ടു r cos θ, y ഈക്വൽ ടു r sin θ, dA ഈക്വൽ ടു r dr d θ. ഇത് നമ്മൾ ഈ ഇക്വേഷൻ ദാറ്റ് ഈസ് എന്താണ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 6x² പ്ലസ് 6y² ഈക്വൽ ടു 8 ഡി ഈ പറഞ്ഞ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായി മാറുന്നു? നമ്മൾ പുറമെയാണ് തീറ്റേൻ്റെ ലിമിറ്റ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 0 to 2π, ദെൻ 0 to 3. ഇത് ആറിൻ്റെ റേഡിയസിൻ്റെ ലിമിറ്റാണ്. ദെൻ ഇൻറ്റു 6 ഇൻറ്റു x² എന്തായി r² cos² തീറ്റ പ്ലസ് r² sin² തീറ്റ പ്ലസ് 8 ഇൻറ്റു r dr d തീറ്റ. നെക്സ്റ്റ് നമുക്ക് ഇതിലറിയാം cos² തീറ്റ പ്ലസ് sin² തീറ്റ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇതപ്പോൾ നമുക്കിവിടെ പറയാം r² cos² തീറ്റ പ്ലസ് r² sin² തീറ്റ. അതിന് നമ്മളെന്ത് പറയാം? ദാറ്റ് ഇസ് cos² തീറ്റ പ്ലസ് sin² തീറ്റ ഈക്വൽ ടു 1. r² പുറത്തെടുക്കുക. ദാറ്റ് ഇസ് 6r² പ്ലസ് 8 ഇൻറ്റു r dr d തീറ്റ. ദാറ്റ് ഇസ് ഡി എ എന്ന് പറഞ്ഞാൽ r dr d തീറ്റയാണ്. സോ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഈ r നമ്മൾ ഈ ഉള്ളിലേക്ക് ഇടുന്നു. അപ്പോൾ എന്ത് വരും? 6r³ പ്ലസ് 8r വരും. നെക്സ്റ്റ് നമ്മൾ നോർമൽ ഇൻറ്റഗ്രേഷനാണ്. സോ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു r ആണ്. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? r³ നമുക്ക് r⁴/4 ആണ്. സോ നമ്മളിത് ഫൈനലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. നെക്സ്റ്റ് നമ്മൾ തീറ്റേൻ്റെയും ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 315π ആണ്. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ.